അവരാണ് എന്തായത്, ബോധിച്ച മനുഷ്യനായിട്ട് തീർന്നത്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇതൊക്കെ ഇത്രയൊക്കെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ പ്രയാസങ്ങൾ ഒക്കെ വരേണ്ട ആവശ്യങ്ങളുണ്ടോ? പക്ഷേ ദൈവം പറയും, ഇതൊക്കെ സഹിച്ച് നിന്നാൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പ്രായമാകുമ്പോഴും എൻ്റെ പ്രിയ മകൾ, പ്രിയ മകൻ, എൻ്റെ ബോധിച്ച മനുഷ്യൻ എന്നുള്ളൊക്കെ പേര് കിട്ടും. നമ്മൾ ഇവിടെ കിട്ടിയില്ല, നമുക്ക് മുകളിൽ ചെയ്യുമ്പോൾ കിരീടങ്ങൾ പ്രാപിക്കണമെങ്കിൽ ഇതെല്ലാം നമ്മൾ സഹിക്കണം. നമുക്ക് പുറമെ നോക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇത് എന്നെക്കൊണ്ട് സഹിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി, അല്ലെങ്കിൽ സഹിക്കാൻ കഴിയാത്ത. ദാവീദിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ദാവീദ് മടുത്ത് കാണും, മലകളും കുന്നുകളും കാടുകളൊക്കെ കയറിയിട്ട്. നമുക്ക് ആ ശമൂവേലിൻ്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്കാണ് എത്ര മലകളുടെ പേരാ, എത്ര ഗുഹകളുടെ പേരാണ് കിടക്കുന്നത്. ഒരു സ്ഥലത്ത് സ്വൈര്യമായിട്ട് ആരും ഇരുന്നിട്ടില്ല, ദാവീദ് ഇരുന്നിട്ടില്ല. അങ്ങനെയാണ് ദാവീദ് രാജാവായിട്ട് ഇരുന്നത്. പിന്നെ വരുന്നത് ദാനിയേൽ എന്തെന്നാ പറയുന്നത്, ദാവീദ് പറയുന്നത് പ്രായമായപ്പോൾ അങ്ങോട്ടാണ് പറയുന്നത്, എന്ത് പ്രിയ പുരുഷനെന്ന് 2 പ്രാവശ്യം 10-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലും 19-ാം വാക്യത്തിലൊക്കെ കാണുന്നുണ്ട്. ആ പ്രിയ പുരുഷനാവുന്നത് എപ്പോഴാണ്, ബാലനായിരുന്നപ്പോഴേ തൊട്ട് കഷ്ടതകൾ തുടങ്ങി. അടിമത്തിൽ പിടിച്ചു കൊണ്ടുവന്നു, രാജാവിൻ്റെ അവിടെ കൊണ്ടുവന്നു. അവർ വിവേകമുള്ളവരായെന്ന് കണ്ടതുകൊണ്ട് അവർക്ക് രാജകൊട്ടാരത്തിൽ പാർക്കാനുള്ള അവസരമൊക്കെ കൊടുത്തു. പക്ഷെ അവിടെ ദാനിയേലും കൂട്ടരും എന്ത് ചെയ്യുന്നുണ്ട്, എത്ര സുഖസൗകര്യങ്ങൾ അവർക്ക് ലഭിച്ചിട്ടും അതെല്ലാം ഒഴിവാക്കിയിട്ട് എന്തു ചെയ്യണു, ശാഖപദാർത്ഥം മാത്രം കഴിച്ച് ജീവിക്കുന്നു. ഞാൻ പറഞ്ഞത് ശാഖപദാർത്ഥം കഴിച്ച് ജീവിക്കാനല്ല, അതായത് അത്രയും വിശുദ്ധിയോടെ നിർമ്മലതയോടെ അവരെന്ത് ചെയ്തു, ദൈവത്തിന് വേണ്ടിയിട്ട് നിൽക്കുക. പ്രശ്നങ്ങൾ തീരുന്നുണ്ടോ, അവനൊരു ദേശത്തിൻ്റെ തന്നെ 2ാം സ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മന്ത്രി പദവിയിലൊക്കെ മറ്റുള്ളവരെക്കാട്ടി ഉന്നത പൊസിഷനിൽ ആരെത്തുന്നുണ്ട്, ദാനിയേൽ. എവിടെയൊക്കെ പോയിട്ടാ, തീച്ചൂളയിൽ പോയത് എന്തിനാ, ബിംബത്തെ ആരാധിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് അവർ 3 പേരും തീച്ചൂളയിൽ പോയി. പക്ഷെ അവിടെ നിന്ന് ഒരു പോറൽ പോലും ഏൽക്കാതെ ദൈവം അവരെ പുറത്ത് കൊണ്ടുവന്നു. നമുക്ക് തോന്നും ആ തീച്ചൂള വന്നപ്പോൾ ഇപ്പോൾ അവരെ ദഹിപ്പിച്ച് കളയുന്നതെന്ന് ആര് ചിന്തിച്ചു, രാജാവും കൂട്ടരും എല്ലാം ചിന്തിച്ചു. പക്ഷേ അവരുടെ ഒരു രോമത്തെ പോലും ഏറ്റില്ല എന്നാണ് പറയുന്നത്. നമുക്ക് പുറമേ ഈ പറയുന്ന പോലെ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കില്ല, നമ്മൾ ഈ കഷ്ടതകൾ കടന്നു പോലെ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് തോന്നും. പക്ഷേ ദൈവം അതിൽ നിന്നെല്ലാം 4ാമനായിട്ട് അവരെ കൂടെ ഇരുന്ന് അവരതിൽ നിന്ന് കരകയറ്റിയത് പോലെ നമ്മളുടെ കൂടെയും ഇരുന്നിട്ട് നമ്മൾ അതിൽ നിന്നിട്ട് കരകയറ്റും. പിന്നെ കാണുന്നുണ്ട് എവിടെ കൊണ്ടിടുന്നത്, സിംഹത്തിൻ്റെ ഗുഹയിൽ. എന്തു കഴിഞ്ഞാൽ രാജാവിനോട് പ്രാർത്ഥിച്ചില്ല. അവരൊരു നിയമം എന്താ, ന്യായപ്രമാണത്തിൽ മാത്രമേ ഈ ദാനിയേലിനെ കുറ്റം കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. ഒരിക്കൽ ഫാസ്റ്റിംഗ് പറയാനാണെന്ന് തോന്നുന്നു പാസ്റ്റർ പ്രസംഗിച്ചാൽ, ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട്. അപ്പോൾ അത്രയും വിശുദ്ധിയോടെ ജീവിച്ചിട്ട് നമ്മളൊക്കെ അതിൻ്റെ ഒരു അംശം പോലും നമ്മൾ ജീവിക്കുന്നുണ്ടോ, ഇല്ല. എന്നിട്ട് പോലും 3 നേരം ആരോടാ പ്രാർത്ഥിച്ചേ, ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് എവിടെ കിടക്കേണ്ടി വന്നത്, സിംഹക്കുഴിയിൽ കിടക്കുന്നുണ്ട്. നമ്മളെ ജാതികൾ നോക്കുമ്പോൾ അവർ നമ്മളെ നിന്ദിക്കാനുള്ള കാരണങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഉപദേശത്തിൻ്റെ മീതിയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ ഈ ഓർണമെൻറ്റ്സിൻ്റെ പേരിലൊക്കെ ഒത്തിരി പഴിയും കാര്യങ്ങളൊക്കെ ഈ കോളേജുകളിൽ കേൾക്കാം, സ്കൂളുകളിൽ കേൾക്കാം. ഞങ്ങളൊക്കെ കേട്ടിട്ട് വന്നതാണ്. പക്ഷേ നമ്മുടെ ദൈവത്തിന് വേണ്ടി നമ്മൾ വിശ്വസ്തയോടെ നിൽക്കുകയാണെങ്കിൽ ദൈവം അവിടെ നിന്ന് എന്താ ചെയ്യും, നമ്മളെ കൈ പിടിച്ചിട്ട് ഉയർത്തി സിംഹക്കുഴിയിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നതുപോലെ. ഇന്നത്തെ കാലത്താണെങ്കിൽ ദാനിയേലിനോട് നമുക്ക് ചോദിക്കാം, അന്നത്തെ കാലത്ത് മൊബൈലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ദാനിയേൽ ഈ മൊബൈലും കാര്യങ്ങളൊക്കെ നിൻ്റെ കയ്യിലുണ്ടെങ്കിലും നീ 3 നേരം പ്രാർത്ഥിക്കുമോ? അപ്പോൾ ചിലപ്പോൾ ദാനിയേലിൻ്റെ മറുപടി എന്തായിരിക്കും, ഞാൻ പ്രാർത്ഥിക്കും. എന്താ കാരണം, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും കഷ്ടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കും. ഇപ്പോൾ എനിക്കും പ്രാർത്ഥന ജീവിതം കുറച്ച് കുറവാട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളും സമയം കിട്ടുന്നതിനനുസരിച്ച് ദൈവസന്നിധിയിലെ പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കാനും എന്ത് ചെയ്യണം, സമയം കണ്ടെത്തണം. വ്യക്തിപരമായിട്ട് ഞാനിപ്പോൾ മോൾ അവിടുന്ന് വിളിക്കുമ്പോൾ ഞാൻ അവളോട് പറയുന്ന കാര്യമുണ്ട്, നിനക്ക് പഠിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഒരു വാക്യം പഠിച്ചേച്ച് പഠിക്കും. അങ്ങനെ ഈ ചെറുപ്പക്കാരെ ദൈവം ഇത്രയും ഉപയോഗിച്ച് മാനിക്കുമെങ്കിൽ ദൈവം നമ്മളേനെ എന്ത് ചെയ്യാം, ഉപയോഗിക്കാനും മാനിക്കാനും. പക്ഷെ അതിന് മുമ്പ് എന്തുണ്ട്, ചുമ്മാതല്ല അവർ രാജസ്ഥാനത്തും ഈ 2ാം സ്ഥാനത്തൊക്കെ എത്തിയത്. അത്രയും കഷ്ടതകൾ പരിശോധനകളൊക്കെ അവരുടെ ജീവിതത്തിൽ കടന്നു പോയപ്പോഴും അവരവരുടെ വിശുദ്ധിയും ഉപദേശവും കൈവിട്ടില്ല. ഈ പ്രിയ പുരുഷനും ബോധിച്ച പുരുഷൻ എന്നൊക്കെ പേര് കിട്ടാൻ കാരണം അവർ അത്രത്തോളം വിശുദ്ധിയോടെ, അതായത് ഈ വാക്യത്തിൽ നമ്മൾ പറയുന്ന പോലെ സ്നേഹത്തിലെ, വിശ്വാസത്തിലെ, നിർമ്മലതയിലൊക്കെ നിന്നതുകൊണ്ടാണ്. നമ്മുടെ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. നാളെ നമ്മളെക്കുറിച്ച് ഇവരൊരു കാര്യം, അതെ ആ ഫേബ അല്ലെങ്കിൽ ബെഞ്ചമിൻ അല്ലെങ്കിൽ ബെസലേൽ ഇവരെ നല്ല മാതൃകയായിട്ട് അവരെ വിശ്വാസം, പ്രാർത്ഥന ഇതൊക്കെ നമ്മൾ മാതൃകയാക്കേണ്ടത്. അങ്ങനെ നമ്മൾ അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലായിത്തീർന്ന് നമ്മൾ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കണം. പ്രത്യേകിച്ച് നമ്മുടെ യൗവനം ആരും തുച്ഛീകരിക്കാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. ദൈവം എല്ലാവരെയും വചനങ്ങൾ അനുഗ്രഹിക്കട്ടെ.